और आहिस्ता कीजिए बातें. പങ്കജ് ഉദാസ് നമ്മളിൽ പലരുടെയും കുട്ടിക്കാലം മനോഹരമാക്കിയ ഗായകൻ. ഒരു ആഹിസ്ത കീജിയ ബാത്തെ എന്ന ഗസൽ ഗാനം അറിയാത്ത, മൂളാത്ത, കാണാത്ത 80s 90s കിഡ്സ് ഉണ്ടാവില്ല. ഓർക്കാം ഈ അനശ്വര ഗായകനെ. ഗുജറാത്തിലെ ചർഖടി എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിൽ 1951 മെയ് 17 ജനിച്ച പങ്കജിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു പാട്ടിനോടുള്ള പ്രണയം. മൂത്ത സഹോദരൻ മൻഹർ ഉദാസ് ബോളിവുഡിൽ ഗായകനായി നേരത്തെ തന്നെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ചേട്ടന്റെ പാത പിന്തുടർന്നു വന്ന പങ്കജ് പക്ഷേ ആദ്യ ചലച്ചിത്ര ഗാനം ശ്രദ്ധേയമാകാതെ വന്നതോടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്കാൾ ഗസലുകൾക്ക് പ്രാധാന്യം നൽകുകയായിരുന്നു. രാജ്കോട്ട് സംഗീത നാടക അക്കാദമിയിൽ നിന്ന് തബലയും മാസ്റ്റർ നവരംഗിന്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതവും അദ്ദേഹം അഭ്യസിച്ചു. 1980 ആഹട്ട് എന്ന ആദ്യത്തെ ഗസൽ ആൽബം അദ്ദേഹം പുറത്തിറക്കി. പിന്നീട് ഇന്ത്യൻ ഗസലിന്റെ മുഖം തന്നെയായി മാറി പങ്കജ് ഉദാസ്. 86 പുറത്തിറങ്ങിയ നാം എന്ന ഹിന്ദി ചിത്രത്തിലെ ചിട്ടി ആയി ഹെ എന്ന നിത്യഹരിത ഗാനം പങ്കജ് ഉദാസിന് കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചെടുത്തു. 1991 സൂപ്പർ ഹിറ്റ് ചിത്രമായ സാജനിലെ ജിയേ തോ ജിയേ കേസേ അക്കാലത്തെ യുവാക്കളുടെ ഹരമായിരുന്നു. ദയാവാൻ, ഇന്തസാർ കരേംഗെ, ഖവാഹി, ഖായൽ, തനേദാർ, സംഗീത്, ബേട്ട, ജിഗർ, ബാസിഗർ, മൊഹര, യേ ദിൽ ലഗി, മേഖിലാടി തൂവനാടി, ജംഗ്, ഘാട്ട്, സനം തേരി കസം തുടങ്ങി നിരവധി ഹിന്ദി ചിത്രങ്ങളിൽ അദ്ദേഹം 100-ലധികം ഗാനങ്ങൾ ആലപിച്ചു. സാജനിലെ പാട്ടിനൊപ്പം മൊഹറയിലെ ഈ ഗാനവും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പങ്കജ് ഉദാസിന്റെ ചുപ്കെ ചുപ്കെ, യുമേരെ ഖത് കാ ജവാബ് ആയ എന്നീ ആൽബങ്ങളിലൂടെയാണ് നടൻ ജോൺ എബ്രഹാം പ്രശസ്തനാകുന്നത്. ചുപ്കെ ചുപ്കെ സഖിയോ സേ വോ ബാതേൻ കർനാ ഭൂൽ ഗയി. ജോൺ എബ്രഹാം അദ്ദേഹത്തെ തന്റെ മെന്ററായി കണക്കാക്കിയിരുന്നു. 1998 ഇറങ്ങിയ ആഹിസ്ത എന്ന ആൽബം ഇന്ത്യയിൽ ആകമാനം സൃഷ്ടിച്ച ഓളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അക്കാലത്ത് ദൂരദർശൻ, മെട്രോ ചാനൽ, MTV, വി ചാനൽ ഉൾപ്പെടെയുള്ള എല്ലാ TV ചാനലുകളിലും ഈ ഗാനം സദാസമയവും സംപ്രേഷണം ചെയ്തു. ഞങ്ങളെപ്പോലുള്ള 80s 90s കിഡ്സിന് ഇത്രയ്ക്ക് നൊസ്റ്റാൾജിയ ഉള്ള ഒരു പ്രണയഗാന ആൽബം ഇല്ലെന്ന് തന്നെ പറയാം. വർഷങ്ങൾക്ക് ശേഷം വാരണമായിരത്തിലൂടെ ദക്ഷിണേന്ത്യയിലും പ്രശസ്തയായി മാറിയ സമീറ റെഡ്ഡി ആദ്യം ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നതും ഈ ആൽബം സോങ്ങിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ചാന്ദി ജേസാ രംഗ് എന്ന ഗാനം 90കളുടെ അവസാനം വീണ്ടും ആൽബം സോങ്ങായി ചിത്രീകരിച്ച് പുറത്തിറക്കിയപ്പോഴും വലിയ ജനസമ്മതി നേടി. സായ ബാങ്കർ, കർവട്ടേൻ ബദൽ, മേഘാനെ സെ ശരാബ് സെ, പീനെ വാലോ സുനോ, ഘൂംകട്ട് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഗസലുകളെല്ലാം സംഗീത പ്രേമികൾ നെഞ്ചിലേറ്റിയവയാണ്. നീണ്ട നാളത്തെ പ്രണയത്തിന് ശേഷം 1982 എയർ ഹോസ്റ്റസ് ആയിരുന്ന ഫരീദ പങ്കജിന്റെ ജീവിത പങ്കാളിയായി. നയാബ് ഉദാസ്, റീവ ഉദാസ് എന്നീ 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. 2006 രാജ്യം പത്മശ്രീ നൽകി പങ്കജ് ഉദാസിനെ ആദരിച്ചു. ഏറെ നാളുകളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം 2024 ഫെബ്രുവരി 26 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു.
ये क्या होगी. ഈ വരികൾ പോലെ നിങ്ങളില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ സംഗീതമില്ലായിരുന്നെങ്കിൽ ഈ ജീവിതം എന്താകുമായിരുന്നുവെന്ന് എങ്ങനെ പറയും? ജിയേ തോ ജിയേ കേസേ ബിന് ആപ്കെ. जैसे कोई सजोई बद्दुआ होगी. പങ്കജ് ഉദാസിന്റെ മരണം സംഗീത പ്രേമികളെ ഉദാസീനരാക്കിയെങ്കിലും പ്രണയവും ലഹരിയും ഇടചേർന്ന അദ്ദേഹത്തിന്റെ ഗസലുകൾക്കൊപ്പം നിലാവ് പോലെ അദ്ദേഹവും നമ്മുടെ കൂടെ ഉണ്ടാകും.